രാമ 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 പാഹിമം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതയാം മർക്കട വീരരും അർക്കാന്നയോ അത്ഭുതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരതിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാനേകയായതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു. സദ്ഗുരോ, ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാര പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലെ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നു കൂടും ജയമെന്ന നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞു കൂടുന്നതാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണരൂണീര ചാപാശ്വരതാദികൾ വാനവരാലും അജയ്യനാം നിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊൾകന്നോട് സാദര സൗന്ദരമെന്നിയേ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഗവ്യാദി ഹോമായ സദ്ദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുര ദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളമുദ്ധിതമായോരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ, ഹോമം കഴിഞ്ഞു കൂടിയിടില്ലെന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരണേ. ഹോമം മുടക്കുവാൻ അയച്ചിടുക. സാമോദമാശു കപില കുലവൈരരേ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുത പുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറിക്കടന്നു രാവണ മന്ദിരം. പൊക്കും പുരപാലകന്മാരെയും കൊന്നു മർക്കടവീരന്മാർ ഒരുമിച്ചനാകുലം. വാരണവാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാത്സരമനുജകര സംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണമാമയഹീനം പൊടിപെടുത്തങ്കദൻ തത്ര ഗുഹയിലക കമ്പുക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികേ. മറ്റുള്ളവർകളും അങ്കനദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും പുണ്യജനാധിപനെ കണ്ടു വാനരർ താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിപ്പിച്ചു കൊൾകയും സംഭാരസഞ്ചയം. കന്തത്തിലൊക്കെയൊരിക്കലെ ഹോമിച്ചു ഖണ്ഡിച്ചിതു മേഖലാചാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്യാനത് കൊണ്ട് സത്വരം. ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകര വിഗ്രഹം കീറിനാൻ. ഏറ്റവും ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല. മാനസേ രാവണനും ജയകാംക്ഷയാ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിസ്ത്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിസ്തൃതയായി വിലാപം തുടങ്ങിയിടിനാൻ. വാനരന്മാരുടെ തല്ലിക്കൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്ടതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുൻപിലിട്ടാശു കപിവീരർ എന്നെ തലമുടി ചുറ്റിപ്പിടിപെട്ടും
പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവമോർക്കിൽ ജളമതേ. എന്തിനായി കൊണ്ടുനിന്ന് ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാത്തെ പലീയസി മാനസേഹ വിധിവൈഭവമെത്രയും അത്ഭുതം. അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചത്രയും. ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യുഭവിക്കുന്നതും ഉത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലവന്നു തൻ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാകലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താനതു കണ്ടു തുംഗശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയും അച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാർ. ഹോമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിടിനാർ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാഥേ, ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതരമെല്ലാം അനുഭവിച്ചിടണമിപ്പോഴും അനുഭവിത്തിരം മാമകം. ജ്ഞാനമാസിത്യ ശോകം കളഞ്ഞിടു നീ, ജ്ഞാനവിനാശകം ശോകമറിക നീ. അജ്ഞാനസംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനഃജ്ഞാനസംഭവം. ദേഹമൂലം പുത്രരാരാദിബന്ധവും ദേഹിക്കും സംസാരവുമതു കാരണം. ലോകഭയ ക്രോധ ലോഭമോഹസ്ഫുര ആകഹർഷാദി ജരമൃത്യു ജന്മങ്ങൾ. അജ്ഞാനങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെക്കളക നീ. ജ്ഞാനസ്വരൂപാത്മാ പരനത്വയ ആനന്ദപൂർണ്ണ സ്വരൂപാനലേപകൻ. ഒന്നിനോടില്ല സംയോഗമതിന്നു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവന്നിടുവൻ. അല്ലകിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പിനതില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടനെന്നോടു കൂടവേ പാവകദന്തങ്ങൾ പതിച്ചു മരിക്ക നീ. ഭാവനയോടുമെന്നാൽ കതിയും വരും വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോട് പറഞ്ഞാളനതു നേരം. രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും ദേവൻ മകാരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമൽ വച്ചു പൊള്ളിച്ചതും. ഘോരനായോരു മന്ദരം പൃഷ്ഠേ സൃഷ്ടിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമൽ വച്ചു പൊങ്ങിച്ചതും. ഘോരനായോരു ഹിരണ്യകശിപുതന്മാരിടം കൈനകം കൊണ്ടു പിളർന്നതും. മൂതണി മണ്ണ് ബലിയോട് യാചിച്ചു മൂലോകവും മൂന്നടിയായി അളന്നതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജഗദീശ്വരൻ. പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീസുതവരനാകിയ രാഘവൻ. നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനാമായി നീയവനുടെ വല്ലഭയെ കട്ടുകൊണ്ടു പോന്നു വൃഥാ. നിർജ്ജലനാകയാൽ മൂഢ ജലപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമനും സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരത്രയും
നാം എനിക്കാനനം വാഴ്ക തപസ്സിനായി. മണ്ടോദരി ഈ വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാൻ അതു നേരം. പുത്രമിത്ര മാത്യ സഹോദരന്മാരെയും മൃത്യുവരുത്തി ഞാൻ ഏകനായി കാനനെ. ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ, ഭാവിച്ച വണ്ണം ഭവിക്കയിലൊന്നുമേ. രാഘവൻ തന്നോടിടത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠ രാജ്യം അനുഭവിച്ചിടുവാൻ. രാമരാവണ യുദ്ധം. യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന് സഹായമായി വേഗേന സംഖ്യയില്ലാത്ത ചതുരംഗസേനയും 10 പടനായകന്മാർ ഒന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരാതി പോലെ പറന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും. ഭീതി മുഴുത്തു വാങ്ങിയിടുന്നത് കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ നിങ്ങളിവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോട് പോർ ചെയ്തൊടുക്കിയിടുവാൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊൾക്കേവരും എന്നരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാമേകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിൽ എത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവം അന്നേരം എന്നോടു തന്നെ പൊരുന്നിതു രാഘവാൻ എന്നു തോന്നി രജനീചിരർക്കൊക്കവേ. ദ്വാദശനാഴിക നേരം ഒരുപോലെ ദാനാവലിയോട് രഘുത്തമൻ അസ്ത്രം വരിഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസര രാത്രി നിശാചര വാനരമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതുമേ. ദൂരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണുമരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീഥിനിയും പിശാചങ്ങളും നായും നരിയും കുഴകുകൾ കാകകൾ പേരയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗെ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവ യക്ഷ പരോവൃന്ദവും. ദേവനും മുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ആകാശചാരികൾ ആനന്ദപൂർവകം ദ്വാദശനാഴിക കൊണ്ടു നിശാചരൻ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരം വീരനും വന്ദിച്ചു ചുറ്റം നിറഞ്ഞിതു രാഘവനന്നേരം. മർക്കട നായകന്മാരോട് അരുൾ ചെയ്തു തിരക്കണക്കെ യുദ്ധമാശു ചൊല്ലിനാൻ. നാരായണനും പരമേശ്വരൻ മൊഴി കഞ്ഞെല്ലാരുമില്ലെന്ന് കേൾപ്പുണ്ടു ഞാൻ മുന്നേ. രാക്ഷസരാജ്യം മുഴുവാൻ അതുനേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിയിടിനാ. താത സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബനമാരയോ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപതി സോരഥി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിനൊക്കവേ വർദ്ധിച്ചു വന്നതു മാറ്റമില്ല കാരണം. ശൂർപ്പണഖയ്ക്കെന്തു കുറ്റം അതിൽ പരം പേപ്പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ. അർദ്ധപ്രഹരമാത്രേണ ഖരാതിയെ യുദ്ധേ വന്ദിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ. സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും. വാരിധിയിൽ ചിറ കെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതത്രയും. ഉണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ സിദ്ധമൽമാകയിൽ വിഭീഷണൻ ചൊല്ലിനാൻ. മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ. സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ
നീചനിവൻ കലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതു തന്മരണത്തിനും. നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാതൃജനത്തെയും എല്ലാനും അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലാമ ചെയ്തതുമെല്ലാം മറന്നിതോ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമ്മനിയാത്ത മടക്കിനാനേറ്റവും. നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചീടിനാൻ കശ്മലൻ. അർദ്ധമന്യായ നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ കൈയടക്കിയും പാരം ഗുരുജന ദോഷവും ഉണ്ടിവനാരെയുമില്ല കൃപയുമൊരിക്കലും. ഇമ്മ മഹാപാപി ചെയ്തോരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. യുദ്ധം പുരസ്ത്രീ ജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തര ഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങളുണ്ടായതിനാൽ ആദരിച്ചുന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയേ വാനരവീരരും രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റം മുക്കോടടുത്തു നിശാചര വീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉക്രമം വണ്ണം പൊറിതാനതു നേരം വാഹനമാക്കിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു വിത്രവിലോചനൻ കണ്ണുകരക്കൊണ്ടാന്നറിഞ്ഞാൽ കപിരാജനും. നന്നായിതെന്നു വിരൂപാക്ഷനും മതം വെട്ടിനൻ വാനര നായക വക്ഷസി. പുഷ്ടകോപത്തോടു മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റെന്നു കാലപുരം പൊക്കുമേവിനാൻ തേരിലേറിക്കൊടുത്താൻ മഹോദരൻ. തേരും തകർത്തു സുഗ്രീവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ടതി ക്രുദ്ധനായി വന്നടുത്തൻ മഹാപാർശ്വനും അംഗദൻ കൊന്നാൻ അവനെയും അന്നേരം. പൊങ്ങും മിഴികളോട ശരാധീശനും പോർമദത്തോടുമടുത്തു കപികളെ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൂഴിയിൽ രാമനും മൈന്ദാസ്ത്രമെയ്തു തുടർത്തിതു. താമസാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമെയ്താനതു വന്നളവാതുരന്മാരായിതാശു കപികളും വാരണസൂകര കക്കുട ക്രോഷ്ടക സാരമേയോരക സൈരിഭ വായസ വാനരസിംഹത്തരു വൃക കാക കൃതാനനമായി വരുമാസൂരസ്വാത്മകം മുൾഗര പട്ടസ ശക്തി പശധ്വജ ഖഡ്ഗശൂലപ്രാസ ബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയമസ്ത്രമെയ്താൻ മനുവീരനും. ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളുമാദിത്യൻ അഗ്നിയെന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളം വാസ്തൂരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയനു കൊടുത്തോരു ദിവ്യാസ്ത്രം മെയ്തൽ പേദരായുധം കാണായിതന്തികേ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും. സൗരാസ്ത്രമെയ്താൻ ദശാനനൻ അന്നേരം ധൈര്യേന രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരം ആണ്ഡല വൈരിയും ചണ്ഡകാരാംശു സമങ്ങളാംബാരണങ്ങൾ 10 കൊണ്ടെയ്തു കർമ്മങ്ങൾ ഭേദിച്ച അളവൃത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനതു കൊണ്ടുടൽ കീറിമുറിഞ്ഞിതു നക്തഞ്ചരേന്ദ്രനും. ലക്ഷ്മണൻ 7 ശരങ്ങളാലൂക്കൊടു തൽക്ഷണ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ. 5 ശരമെയ്ത സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗദ കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാൻ. അതു നേരം ദശാനനൻ ഭൂതലെ ചാടി വീണാശുവേൽ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 നുറങ്ങി മഹീതലേ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം അയൻ കൊടുത്തോരു വേൽ
കൈക്കൊണ്ടു ചാട്ടുവാൻ ഓങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൾപ്പൊക്കു ബാണങ്ങളെയ്തിതു. നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലിഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ, ലക്ഷ്മണൻ തന്നോടു നന്നു നീയത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥാ രക്ഷിക്കൽ നന്നു നിന്നെ പുനരുനുടെ ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്ക വലിതും എന്നു പറഞ്ഞു വേഗേനെ ചാട്ടിയിടിനാൻ. ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ വിസ്ത്രജ്ഞനായി തത്ര വീണു കുമാരനും. വേൽക്കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽക്കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി. ശക്തി പറപ്പതിനാർക്കും കവികൾക്കും ശക്തി പോരാഞ്ഞു രഘുകുലനായകൻ തൃക്കൈകൾ കൊണ്ടു പറിച്ചു പിഴച്ചുടൻ ഉൾക്കാപത്തോട് മുറിച്ചേർന്നിടിനാൻ. മിത്രതനയ സുശേഷണ ജഗൽപ്രാണൻ പുത്രാദികളോടരുൾ ചെയ്തിനാദരാൽ, ലക്ഷ്മണൻ തന്നെ ചുറ്റുമിന്നല്ലരികിൽ അരുതേതും ദുഃഖസമയമല്ലിപ്പോഴറ്റേറ്റു. രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണമുൾക്കൊണ്ടു കൺകൊള്ളുവിൻ നിങ്ങൾ അല്ലവരുന്നമർക്കര കൗശലം. ശക്രാത്മജനെ വധിച്ചതും വേഗത്തിലർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവന് കേവലം ഇപ്പോൾ അഭിമുഖനായതു രാവണനും രാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതല്ലിനി. രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡ വംശത്തിനുള്ളവനാകിൽ ഞാൻ. സപ്തദീപങ്ങളും സപ്താംബുധികളും സപ്താചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കയും ഭരിച്ചു ഞാൻ. ആയോധന ദശകണ്ഠനെ കൊൽവനൊന്ന് ആയുധപാണിയെ എന്നാകിൽ നിസംശയം. ദേവാസുരോക ചാരണ താപസരേവരും കണ്ടറിയേണം ഫലം. യുദ്ധമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോടസ്ത്രങ്ങളെയ്തു തുടങ്ങിനാൻ. തത്സമം ബാണം നിശാചരരാധീശനും ഉത്സാഹമുൾക്കൊണ്ടു തൂകിത്തുടങ്ങിനാൻ. രാഘവ രാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാറി ചൊരിയുന്നതു പോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിൽ ആദിമുഴുത്തു രഘുകുലൻ നായകൻ താരയതാതനോടേവമരുൾ ചെയ്തു, ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലെ. വാഴ്ക്കയിൽ നല്ലതെനിക്കിനി ഭ്രാതാവ് തന്നോട് കൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ. കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനും ഏതു മരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേൽ. ദുഷ്ടനെ കൊല്ലുവാനുപായവും കണ്ടില്ല നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവമരുൾ ചെയ്ത നേരം സുശേഷണം ദേവദേവൻ തന്നോടാശ ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരനു നിർണയം. എന്നുണർത്തിച്ചിലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുശേഷണനും, മുന്നെ കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നിനു കൊണ്ടുവന്നിടുക എന്നളവേ. ഹനുമാൻ വിരവോട് ചെന്ന് മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുശേഷണൻ കുമാരൻ ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കപിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറകെ പിണർന്നിതു രാമനും. നിന്നുടെ പാരശ്യം കാൺക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നത് കേട്ടൂര ചെയ്തു കുമാരനും ഒന്നു തിരുമനസ്സിലുണ്ടാകണം. സത്യം തപോധരന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടക നാം ഇവനെ കൊന്നു പാലിച്ചുകൊൾക ജഗത്രയം. വൈകാതെ ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘുത്തമൻ രക്ഷോവരനോടെതിർത്താൻ അതിദ്രുതം. തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോടെതിർത്തിയിടിനാൻ. പാരിൽ നിന്നക്ഷോക വംശതിലകനും തേരിൽ നിന്ന ശരവംശതിലകനും പോരതിഘോരമായി ചെയ്തോരു നേരത്തു പാരമിളപ്പം രഘുത്തമനുണ്ടെന്നു നാരദനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമോടൊത്തുടൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ, മമ സ്യന്തനം
കൊടുക്ക നീ വൈകാതെ, ശ്രീരാഘവനതു ഹിതം വരുമാറു നീ. വേരും തെളിച്ചു കൊടുക്ക മടിയാതെ, മാതലിൻ ഞാനതു കേട്ടുടൻ തേരുമായി പൂതലം തന്നിലിഴഞ്ഞു ചൊല്ലിയിടിനാൻ. രാവണനോട് സമരത്തിനിന്നു ഞാൻ, ദേവേന്ദ്ര ശസനയാ വിട കൊണ്ടിതു തേരതി ലാശു കരയേറുക പോരിനായി. മാരുത തുല്യ വേഗേന നടത്തുവൻ എന്നതു കേട്ടു രഥത്തെയും വന്ദിച്ചു. മന്നവൻ തേരിൽ അമ്മാറു കരേറിനാൻ, തന്നോടു തുല്യനായി രാഘവനെ കണ്ടു. പിന്നിൽ അമ്മാറൊന്നു നോക്കി ദശാനനൻ, പേമഴ പോലെ ശരങ്ങൾ തൂക്കിയിടിനാൻ. രാമനും ഗാന്ധർവമസ്ത്രമെയ്തിയിടിനാൻ, രാക്ഷസ സമസ്തം പ്രയോഗിച്ച് അതുനേരം. രാക്ഷസരാജനും രൂക്ഷമായി എത്രയും, ക്രൂരനാഗങ്ങളമസ്ത്രത്തെ മാറ്റുവാൻ ഗാരൂഢമസ്ത്രമെയ്ത രഘുനാഥനും. മാതലിമേലും ദശാസനൻ ബാണങ്ങൾ എയ്തും കൊടിയും മുറിച്ചു കളഞ്ഞിതു വാജികൾക്കും ശരമേറ്റമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുത്തമൻ. കൈകാൽ തളർന്നു തേർത്തട്ടിൽ നിൽക്കും വിധൗ കൈകസീനന്ദനായ വിഭീഷണൻ. ശോകാതിരേകം കലർന്നു നിന്നിടിനാൻ, ലോകരുമേറ്റം വിഷാദം കലർന്നിടും കാലപുരത്തിനയപ്പേ നിനിയെന്നു. ശൂലം പ്രയോഗിച്ചിതാൻ ശരാധീശനും, അസ്ത്രങ്ങൾ കൊണ്ടു തടപുറഞ്ഞോത്തുടൻ. വൃത്രാരി തന്നെ തേളിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും, 10 നുറുങ്ങി വീണു തത്ര ശൂലവും. നക്തഞ്ചരനേടു തുരങ്കങ്ങളെ അസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിലൊഴിച്ചു നിർത്തിയിടിനാൻ അന്നേരം. ആലസ്യമൊട്ടകന്നൊരു നേരം തത്ര പൗലസ്ത്യനും സ്തുതനോടു ചൊല്ലിയിടിനാൻ, എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാന്തനായി, ഞാനെത്ര ദുർബലനാകയോ. കൂടലരോടെതിർത്തിട്ടാൻ ഞാനൊരുത്തനോ ഓടി ഒളിച്ചവർ ആരെന്നു കണ്ടു ഭവാൻ. നീയല്ല സൂതൻ എനിക്കിനി രാമനു നീയതി ബാന്ധവനെന്നറിഞ്ഞേനഹം. യുദ്ധം നിശാചര ദാധീശ്വരൻ പറഞ്ഞതി ഉത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല, മസ്വാമിയെ ദേഷ്യമുണ്ടായിട്ടുമല്ല, രാമനോടേറ്റു പൊരുതി നിൽക്കുന്നേരം ആമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെക്കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ടു ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കണമെന്നു കൽപ്പിച്ചത്രേ. സാരഥി താനറിയേണം മഹാരഥന്മാരുടെ സാധവും, വാജികൾ സാധവും, വരികൾക്കുള്ള ജയാചല കാലവും, പോരിൽ നിന്മന്നോദ ദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭോ. എന്നതു കേട്ടു തെളിഞ്ഞത് രാവണൻ ഒന്നു പുണർന്നാശു കൈവളയും കൊടുത്തിനി, തേരെടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനിയൊന്നു കൊണ്ടുമെടോ. ഇന്നോടു നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിക നീ. സൂതനും തേരതി വേഗേന പൂട്ടിനാൻ, ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും. തങ്ങളിലേറ്റമണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. അഗസ്ത്യപ്രവേശവും ആദിത്യസ്തുതിയും. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നു നേരം അങ്ങനെയെന്നറിഞ്ഞീല അഗസ്ത്യൻ തഥാ. രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ, ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനായി. ആനന്ദമെന്നരുൾ ചെയ്താൻ അഗസ്ത്യനും, അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്കു വന്നിതു ഞാനെടോ. താപത്രയവും വിഷാദവും തീർന്നുപോം, ആപത്തു മറ്റുള്ളവയും അകന്നുപോം, ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കമായുസ് സൽകീർത്തി വർദ്ധനം. നിത്യമാദിത്യ ഹൃദയമാം മന്ത്രമിത്തുത്തമമെത്രയും ഭക്ത ജപിക്കെടോ. ദേവാസുരോഗചാരണ കിന്നര താപസ ഗുഹ്യകയക്ഷര ശോഭൂത കിം പുരുഷാസ്പരോ മാനുഷാധ്യാന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നനാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീമഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്യാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും
യക്ഷോധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവക്ത്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനിപുത്രം അഷ്ടവസ്തുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരഗസമൂഹവും വാരമാസർത്തു സംവത്സക കൽപ്പാധികാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്തവേദ്യനാം വേദാത്മകനിവന് വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷകരാത്മകൻ തൃഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യ നഹരസ്കരീശ്വരൻ സാക്ഷിസേവിത സമസ്ത ലോകേക്ഷണൻ ഭാസാൻ വിവസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണദൻ ലോകശിശിരാരി ഘോരതിമിരാരി ശോകാപഹാരി ലോകാലോകവിഗ്രഹൻ ഭാനുഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാശു സനാതനൻ സപ്താനർച്ചനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവധോദപ്രഥമൻ മംഗലൻ ആദിത്യനർക്കനരുണനഗന്ധകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണുവികർത്തനൻ മാർത്താണ്ഡനം ശൂമനാനുഷ്ടകിരണൻ മിഹിരൻ വിരോചനൻ പ്രത്യോതനയൻ പരൻ ഗത്യോതനുദ്യോതനധ്യയൻ വിദ്യാവിനോദൻ ഭിവാബസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാര കാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണിദിനമണി പുണ്ടരീക പ്രബോധ പ്രധന്യമാം ദ്വാദശാത്മാ പരമാത്മാ പരാപരനാദിദേയൻ ജഗദാദിഭൂതൻ ശിവൻ ഗേദവിനാശനൻ കേവലാത്മാവ ബിന്ദുനാഥാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാനവിനാശനൻ ധ്യാനിച്ചു കൊള്ളുക നീ നിത്യമിത്തേവനേ. ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം. ജയ് ഹനുമാൻ ജയ് ഹനുമാൻ ജയ് ഹനുമാൻ.